ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കുഞ്ഞിക്കുരിശും കൂട്ടുകാരും. എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. ഒരിടത്തൊരിടത്ത് ഒരു ചെറിയ തടി കഷ്ണം ഉണ്ടായിരുന്നു. അവനെ എല്ലാവരും കുഞ്ഞുതടി കുഞ്ഞുതടി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയ വസ്തുവായി മാറണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു മരപ്പണിക്കാരൻ അവനെ എടുത്തു. കുഞ്ഞുതടി വിചാരിച്ചു, ആഹാ, എന്നെക്കൊണ്ട് നല്ലൊരു കളിപ്പാട്ടമോ അല്ലെങ്കിൽ മനോഹരമായ ഒരു പെട്ടിയോ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പക്ഷേ മരപ്പണിക്കാരൻ അവനെ വെട്ടിമുറിച്ച് രണ്ട് പരുക്കൻ കഷ്ണങ്ങളാക്കി മാറ്റി. എന്നിട്ട് അവയെ തമ്മിൽ ആണിയടിച്ച് കൂട്ടി ഒരു കുരിശാക്കി മാറ്റി. കുഞ്ഞുതടിക്ക് സങ്കടമായി. അയ്യോ, ഈ കുരിശ് കണ്ടാണല്ലോ ആളുകൾ കരയുന്നത്. കുറ്റവാളികളെ ശിക്ഷിക്കാനാണല്ലോ എന്നെ ഇവർ ഉപയോഗിക്കുന്നത്. എനിക്ക് ആരോടും സ്നേഹം തോന്നുന്നില്ലല്ലോ. അവൻ കരഞ്ഞു. അവനെ ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടിട്ടു. കൂടെ ഒരു പഴയ തുണിയും കുറച്ച് മുള്ളുകളും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. മുള്ളുകൾ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാണല്ലോ അവർ കിരീടമുണ്ടാക്കുന്നത്. ഞങ്ങൾ കുത്തുമ്പോൾ എല്ലാവർക്കും വേദനിക്കും. ഞങ്ങളെ ആർക്കും ഇഷ്ടമല്ല. തുണി പറഞ്ഞു, എന്നെ മരണപ്പെട്ടവരെ പൊതിയാനാണ് ഉപയോഗിക്കുന്നത്. ഞാനും സങ്കടത്തിലാണ്. അങ്ങനെ ഒരു ദിവസം പടയാളികൾ വന്ന് ഈ കുഞ്ഞു കുരിശിനെ എടുത്തു. വളരെ ദയയുള്ള എന്നാൽ മുറിവേറ്റ ഒരാളുടെ തോളിൽ അവർ ആ കുരിശ് വെച്ചു കൊടുത്തു. അദ്ദേഹമായിരുന്നു യേശു. യേശു ആ കുരിശിനെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞുതടി അത്ഭുതപ്പെട്ടു. എല്ലാവരും എന്നെ വെറുപ്പോടെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ മാത്രം എന്താ എന്നെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നത്? ആ വലിയ മലമുകളിൽ വെച്ച് യേശുവിനെ ആ കുരിശിൽ തറച്ചു. അന്ന് ലോകം മുഴുവൻ ഇരുട്ട് പടർന്നു. കുഞ്ഞു കുരിശ് വിചാരിച്ചു, എന്റെ ജീവിതം അവസാനിച്ചു. ഞാൻ മരണത്തിന്റെ അടയാളമായി മാറിപ്പോയല്ലോ. അങ്ങനെ 3 ദിവസങ്ങൾ കഴിഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ പെട്ടെന്നൊരു വലിയ പ്രകാശം ആ കല്ലറയിൽ പരന്നു. മരണം ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ആ കുഞ്ഞിക്കുരിശിനെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് കുഞ്ഞിക്കുരിശിന് ഒരു മാറ്റം തോന്നി. ആളുകൾ അവനെ നോക്കി കരയുന്നില്ല. പകരം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. അവൻ സങ്കടത്തിന്റെ അടയാളമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും വിജയത്തിന്റെയും അടയാളമായി മാറി. കൂടെയുണ്ടായിരുന്ന മുള്ളുകൾ സ്വർണ്ണകിരീടം പോലെ തിളങ്ങി. ആ പഴയ തുണി സ്വർഗീയ വസ്ത്രങ്ങളായി മാറി. കുഞ്ഞിക്കുരിശ് സന്തോഷത്തോടെ പറഞ്ഞു, ദൈവം എത്ര നല്ലവനാണ്. ഞാൻ വിചാരിച്ചത് എന്റെ ജീവിതം പരാജയമാണെന്നാണ്. പക്ഷേ ദൈവം എന്നെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമാക്കി മാറ്റി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടുമായിരിക്കും. പക്ഷേ യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ സങ്കടങ്ങളും സന്തോഷമായി മാറുന്ന ഒരു സമയമുണ്ടാകും. അതാണ് വരാൻ പോകുന്ന ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശവും. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത നല്ലൊരു കഥയുമായി വീണ്ടും കാണാലോ.